ഇന്ന് ഒരു അത്ഭുതം സംഭവിക്കാൻ ഞാൻ ഇപ്പോൾ യൂട്യൂബിന് വേണ്ടി പറഞ്ഞു പൊറോട്ടയും നൂൽ പൊറോട്ടയൊക്കെ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലാക്കുകയാണ്. അത് അറിയാൻ പറ്റവർക്ക് വേണ്ടി ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ മകൻ ഇതിനെയൊക്കെ എടുക്കുന്ന ഇദ്ദേഹമാണ്, പേര് ഫിറോസ് എന്നാണ്. അപ്പോൾ എൻ്റെ മകനൊരു ആഗ്രഹം, ഇത് ഞാനിങ്ങനെ വീശുന്നതും താഴ്ത്തുന്നതൊക്കെ കണ്ടപ്പോഴേ ഒന്ന് ചെയ്തു നോക്കിയാലാണ്. ശരി, അത്ഭുതങ്ങൾ എന്തുമാത്രം നടക്കുന്നില്ലോ, ഇവിടെ ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കാം ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്. ഈ എണ്ണയൊക്കെ തൂക്ക് കയ്യിൽ, കയ്യിൽ തൂക്ക്, ഇരിക്കാൻ പോകുന്ന പോലെ എണ്ണയൊക്കെ തൂത്ത് അങ്ങനെ അങ്ങോട്ട് പരത്തിയിട്ട് അടുത്ത കൈ അടിയിലോട്ട്, പിന്നെ വലത്തേ മണ്ടയ്ക്ക്. ആദ്യമൊക്കെ നമ്മൾ തുണി അലക്കുന്ന പോലെ അങ്ങനെ അലക്കിയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് തന്നെ ഇങ്ങനെ തിരിച്ചു ഓരോ ഭാഗത്ത് ഇങ്ങനെ മാറി മാറി വീശിക്കൊണ്ടിരിക്കും. ഓ, അങ്ങനെയാണോ? ഇപ്പൊ കുളമായി, എന്നാലും കുളമായി. വേറെ ഒരു ബോൾ എടുക്കും. വേറെ ഇത് ഞാൻ ഇന്നൊരു താജ്മഹൽ പണി രണ്ടാമത്തെ ബോൾ എടുത്തു, ആകപ്പാടെ ചാല എടുത്തു. കറക്റ്റ് ആയിട്ടില്ല പരത്തുന്നത്, വീശുന്നയാ പാട്. ഉസ്താദ് ഹോട്ടലിൽ ദുൽഖർ സൽമാനെ അല്ല ഒരുപാട് ഇങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലേ? കുറെ പ്രാവശ്യം ചെയ്ത് ശരിയാ. ഈ കൈ അടിയിലോട്ട്, ഇടത്തെ കൈ അടിയിലോട്ട് വെക്കുക, വലത്തെ കൈ മണ്ടയ്ക്ക് വെക്കുക. ഓക്കെ ഓക്കെ. എന്നിട്ട് ഇടത്തെ കൈ അടിയിലോട്ട് വെക്കുക. മറ്റേ കുഴപ്പമില്ല. പൊറോട്ട മാസ്റ്റർ എന്തോ ഭാഗ്യത്തിന് ശരിയായി. ഫിറോസ് അങ്ങനെ വിജയകരമായിട്ട് +2 പാസ്സായി. +2 കഴിഞ്ഞിട്ട് ഇനി എന്തുമാത്രം പഠിക്കാൻ കിടക്കുന്നു. ഇതുവരെ എണ്ണയൊക്കെ പ്ലസ് ടു അല്ലേ ശരിക്കും പറഞ്ഞ നഴ്സറി. എണ്ണ തൂക്കുക, എന്നിട്ട് അല്പം പൊടി ഇങ്ങനെ ഇടുക. ഇത് എന്തിനാണ് ഇതൊക്കെ കിട്ടാനായിട്ടാണ്. ഏത് പൊറോട്ട വേണ്ടേ? നൂൽ പൊറോട്ട വേണ്ട, ഇത് തന്നെ ഞാനത് ശരിയാകും നോക്കട്ടെ. അപ്പൊ ഇത് ഇങ്ങനെ ചുറ്റെടുക്കും, ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് ഇത് ചുറ്റും. അപ്പൊ വളരെ വിജയകരമായിട്ട് ചുരുട്ടി കെട്ടി. ആദ്യമായിട്ട് പൊറോട്ട തിന്നാ തോന്നി. കൊള്ളാം, തുണി അലക്കുന്ന പോലെ ഉണ്ട്.